ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് +1 പൊളിറ്റിക്കൽ സയൻസ് സെക്കൻഡ് പാർട്ടിലുള്ള പീസ് എന്ന് പറയുന്ന യൂണിറ്റാണ്. പീസ് എന്ന് പറയുന്ന യൂണിറ്റ് സമാധാനം എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ഈ ടോപ്പിക്കിന് നമുക്ക് ഒന്ന് വിശദമായിട്ടൊന്ന് പഠിക്കാം. അതിന് ഇൻട്രൊഡക്ഷൻ പാർട്ടാണ് ഇന്ന് ഇപ്പോൾ പഠിക്കാൻ പോകുന്നത്. ഈ സ്ലൈഡ്സ് വഴി നമുക്ക് പഠിക്കാൻ പോകുന്നത്. പീസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സമാധാനം ആണ് അതിൻ്റെ അർത്ഥം. പീസിൻ്റെ ഇതൊരു സിമ്പലാണ്. ഒരു വെള്ളരി ഒരു പ്രാവ് ഒലിവില, സമാധാനത്തിൻ്റെ ചിഹ്നമായ ഒലിവില വെച്ച് പറക്കുന്ന സാധാരണഗതിയിൽ നമ്മൾ പീസ് എന്ന് പറയുന്ന സംവിധാനത്തിന് അല്ലെങ്കിൽ പീസ് എന്ന് പറയുന്ന ആശയത്തെ ദ്യോതിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സിമ്പലാണിത്. പീസിൻ്റെ ഇൻട്രൊഡക്ഷൻ ആമുഖമായിട്ട് പറയാൻ പറ്റും. പീപ്പിൾ വാണ്ട് ടു ലിവ് ഇൻ എ പീസ്. എല്ലാ ആളുകളും സമാധാനത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. പീപ്പിൾ വാണ്ട് ടു ലിവ് ഇൻ എ വേൾഡ് വിത്തൗട്ട് വാർ ആൻഡ് കോൺഫ്ലിക്റ്റ്. സംഘർഷങ്ങളും യുദ്ധങ്ങളും ഇല്ലാത്ത ലോകത്ത് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. പ്രീ വേൾഡ് വാർ വേൾഡ് ഹാഡ് ഹിസ്റ്ററി ഓഫ് സോ മെനി വാർസ്. നമ്മുടെയൊക്കെ അറിയാം, നമ്മുടെ ഈ 20-ാം നൂറ്റാണ്ടിലെ 2 വാറുകളാണ് പ്രധാനമായിട്ടും നടന്നിട്ടുള്ളത്. 2 ലോകമഹായുദ്ധങ്ങൾ. ഒന്ന് ഫസ്റ്റ് വേൾഡ് വാർ 1914 തൊട്ട് 18 വരെയും 1939 തൊട്ട് 45 വരെ നടന്ന 2-ാം ലോകമഹായുദ്ധവും. ഈ 2 ലോകമഹായുദ്ധങ്ങൾക്ക് മുമ്പുള്ള കാലഘട്ടങ്ങളിൽ ചെറുതും വലുതുമായ പലതരം സംഘർഷങ്ങളിലായിരുന്നു ലോകമുണ്ടായിരുന്നത്. അതായത് സംഘർഷങ്ങൾ എന്ന് പറഞ്ഞാൽ യുദ്ധങ്ങളിലൊക്കെ ആയിട്ടായിരുന്നു ലോകത്തിൻ്റെ ഗതി തന്നെ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നു. എന്നാൽ പോസ്റ്റ് വേൾഡ് വാർ, അതായത് 2-ാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള കാലങ്ങൾ യുദ്ധത്തിന് വളരെ കുറവ് വന്നിട്ടുണ്ട്. രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും, ചെറുതായിട്ടുള്ള സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും, വലിയ യുദ്ധങ്ങളിലേക്ക് പോയിട്ടുള്ള ഒരു അവസ്ഥ സാധാരണ കുറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ 2-ാം ലോക മഹായുദ്ധത്തിന് ശേഷം യുദ്ധങ്ങൾ കുറഞ്ഞു എന്ന് പറഞ്ഞെങ്കിലും ആയുധമില്ലാത്തൊരു യുദ്ധത്തെപ്പറ്റി നമ്മൾ കേട്ടിട്ടുണ്ടാകും. കോൾഡ് വാർ എന്നാണ് പറയുന്നത്. അതായത് കോൾഡ് വാറിനകത്ത് 2 കക്ഷികളാണുള്ളത്. ഒന്ന് USA-യും മറ്റൊന്ന് സോവിയറ്റ് യൂണിയനും. കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ പിന്തുടരുന്ന സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് എന്ന് പറയുന്ന റഷ്യയുടെ നേതൃത്വത്തിലുള്ള, റഷ്യയും ചില സാമന്ത രാജ്യങ്ങൾ ഉൾപ്പെടുന്ന ഒരു യൂണിയനാണ് സോവിയറ്റ് യൂണിയൻ. അതുപോലെ തന്നെ ക്യാപിറ്റലിസ്റ്റ് ഐഡിയോളജി, സാമ്പത്തിക ഐഡിയോളജി പിന്തുടരുന്ന USA-യും തമ്മിൽ 2-ാം ലോക മഹായുദ്ധത്തിന് ശേഷം നടന്ന ആശയ സംഘർഷമാണ്. പ്രധാനമായിട്ടും അവർ യുദ്ധത്തിലൂടെ ആയുധമെടുത്ത് സംഘർഷം നടത്തിയില്ലെങ്കിലും ആശയപരമായിട്ടും സാമ്പത്തിക ആശയങ്ങളിൽ, പ്രത്യേകിച്ച് 2 ധ്രുവങ്ങളിൽ നിന്നുകൊണ്ട് സൈനിക ശക്തിയിൽ 2 തുല്യമായി നിൽക്കുന്ന 2 രാജ്യങ്ങളായതുകൊണ്ട് അവ 2 ധ്രുവങ്ങളിൽ നിന്നുകൊണ്ട് സാമന്ത രാജ്യങ്ങളെ സൃഷ്ടിച്ചുകൊണ്ട് യുദ്ധത്തിന് പകരം ആശയ സമരത്തിലേർപ്പെടുകയും അത് പതുക്കെ യുദ്ധത്തിലേക്ക് വഴിമാറുമോ എന്നുള്ള ഭീതിയിൽ കഴിഞ്ഞ നാളുകളെയാണ് കോൾഡ് വാർ എന്ന് പറയുന്നത്. എ വാർ വിത്തൗട്ട് ആംസ് ബിറ്റ്വീൻ കൺട്രീസ് ഈസ് നോൺ ആസ് കോൾഡ് വാർ. ഇറ്റ് കണ്ടിന്യൂ ടിൽ ദ ഡിസൻറ്റഗ്രേഷൻ ഓഫ് USSR. ഈ കോൾഡ് വാർ 1945 2-ാം ലോക മഹായുദ്ധത്തിന് അവസാനത്തിന് ശേഷം 1990 സോവിയറ്റ് യൂണിയൻ്റെ ഡിസൻറ്റഗ്രേഷൻ വരെയുള്ള കാലഘട്ടമാണ് ഈ കോൾഡ് വാറിൻ്റെ കാലഘട്ടം. കോൾഡ് വാർ പീരീഡിലുണ്ടായ പ്രധാനപ്പെട്ട ഒരു ഈവൻ്റാണ് ക്യൂബൻ മിസൈൽ ക്രൈസിസ്. 1962 നടന്ന ക്യൂബൻ മിസൈൽ ക്രൈസിസിനെ പറ്റി പറയുകയാണെങ്കിൽ, അതായത് അന്ന് ആശയ സംഘർഷങ്ങളിൽ ഏർപ്പെട്ടിരുന്ന റഷ്യയും USA-യും തമ്മിൽ ഒരു യുദ്ധത്തിന് സമാനമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നതിന് കാരണമായിട്ടാണ് ക്യൂബൻ മിസൈൽ ക്രൈസിസ് എന്ന് പറയുന്നത്. അതായത് ക്യൂബ എന്ന് പറയുന്നത് USSR-ൻ്റെ, അതായത് സോവിയറ്റ് യൂണിയൻ്റെ സാമന്ത രാജ്യമാണ്. മാപ്പിൽ നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. ക്യൂബ USA-യുടെ തൊട്ടടുത്ത് കിടക്കുന്ന ഒരു രാജ്യമാണ്. അപ്പം ക്യൂബൻ മണ്ണിൽ പിന്നെ USSR യുണൈറ്റഡ് സ്റ്റേറ്റ്സിനെ ലക്ഷ്യമാക്കിക്കൊണ്ട്, അമേരിക്കയെ ലക്ഷ്യമാക്കിക്കൊണ്ട് ചില മിസൈലുകൾ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. ഇത് USA-യുടെ കണ്ണിൽ പെട്ടിട്ടുണ്ടായിരുന്നില്ല. USA അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനെ ഒരു കോൾഡ് വാറിൻ്റെ സമയത്ത് തങ്ങളെ ലക്ഷ്യമാക്കിയിട്ട് കുറച്ച് മിസൈലുകൾ റഷ്യ സ്ഥാപിച്ചിട്ടുണ്ടെന്ന് അവർക്കറിയില്ലായിരുന്നു. പക്ഷെ പിന്നീട് അമേരിക്കൻ ചാര ഉപഗ്രഹങ്ങൾ ക്യൂബൻ സോയിലിൽ റഷ്യയുടെ മിസൈലുകൾ തങ്ങൾക്കെതിരെ സ്ഥാപിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയ ഉടനെ അത് പിൻവലിച്ചില്ലെങ്കിൽ തങ്ങൾ റഷ്യക്കെതിരെ മിലിറ്ററി മുന്നേറ്റം നടത്തും, അതായത് സൈനിക നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞെന്ന വഴി ലോകമാസകലം ഒരു യുദ്ധത്തിൻ്റെ വക്കിലായി. ഒരു 3-ാം ലോക മഹായുദ്ധത്തിലേക്ക് നീങ്ങുകയാണോ എന്ന് ലോകം ഭയപ്പെട്ടിരുന്ന ദിവസങ്ങളാണ് ഒരു 2 ആഴ്ചക്കാലം. 1962 ഉണ്ടായിരുന്ന ഒരു 2 ആഴ്ചക്കാലം. അങ്ങനെയാണ് അതിന് ക്യൂബൻ മിസൈൽ ക്രൈസിസ് എന്ന് പറയുന്നത്. ക്യൂബൻ മിസൈൽ ക്രൈസിസ് പിന്നീട് റഷ്യ ആ മിസൈലുകൾ പിൻവലിക്ക വഴി അവസാനിക്കുകയുണ്ടായി. അങ്ങനെ ലോകം 2 ആഴ്ച അസമാധാനത്തിൻ്റെ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന സമയത്തെയാണ് കോൾഡ് വാറിൻ്റെ ക്യൂബൻ മിസൈൽ ക്രൈസിസ് എന്ന് പറയുന്നത്.
മോഡേൺ ഡേ പ്രോബ്ലംസ് ഡിസ്റ്റർബിങ് പീസ്. അതായത് ഇന്നത്തെ കാലഘട്ടത്തിൽ എന്തൊക്കെയാണ് പ്രധാനമായിട്ടും ഈ പീസിനെ, സമാധാനത്തെ ഹനിക്കുന്ന ചില പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് ടെററിസമാണ്, മറ്റൊന്ന് എത്നിക് ആൻഡ് റേഷ്യൽ കോൺഫ്ലിക്ട്സ്. ടെററിസം നമുക്കറിയാം, ഭീകരവാദം. മറ്റൊന്ന് വംശീയവും ജാതിപരവുമായിട്ടുള്ള, അതായത് എത്നിക്, ജനനത്തിൻ്റെ ഒരു ജന്മം കൊണ്ടുള്ള ഒറിജിൻ ഓഫ് ബർത്ത്, അതിനെ അനുസരിച്ച് ആളുകൾക്കിടയിൽ വിവേചനം നടന്ന് അവർ തമ്മിലുള്ള കോൺഫ്ലിക്ട്സ്. മിക്കവാറും ആഫ്രിക്കൻ രാജ്യങ്ങളൊക്കെ ഇത് സാധാരണഗതി കാണുന്ന ഒരു പ്രോബ്ലംസാണ്. ഹൗ ടു പ്രൊമോട്ട് പീസ്, UNO ആൻഡ് വേൾഡ് ലീഡേഴ്സ്. ഇത് പ്രധാനമായിട്ടും ഈ പീസ്, സമാധാനം സൃഷ്ടിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന രണ്ട് ഏജൻസികളാണ്. ഒന്ന് ലോക നേതാക്കന്മാർ. ബറാക്ക് ഒബാമയൊക്കെ സമാധാനത്തിന് നോബൽ സമ്മാനം ലഭിച്ചതാണ്. അദ്ദേഹം USA പ്രസിഡൻ്റ് ആയിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ സമാധാനം സ്ഥാപിക്കാൻ വേണ്ടി, ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ സമാധാനം സ്ഥാപിക്കാൻ വേണ്ടി അദ്ദേഹം നടത്തിയ സംഭാവനകൾ മാനിച്ച് അദ്ദേഹത്തിന് വേൾഡ് പീസ് പ്രൈസ് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ യുണൈറ്റഡ് നേഷൻസ് ഈസ് എസ്റ്റാബ്ലിഷ്ഡ് എക്സ്ക്ലൂസീവ്ലി ഫോർ എസ്റ്റാബ്ലിഷിംഗ് പീസ് ഇൻ ദ വേൾഡ്. നോ വേൾഡ് വാർ ടു ബി ഹാപ്പൻ ഇൻ ദ ഫ്യൂച്ചർ എന്നാണ് UNO സ്ഥാപിക്കുമ്പോൾ അതിൻ്റെ സ്ഥാപക നേതാക്കൾ ലക്ഷ്യമാക്കിയിരുന്നത്. ഇനിയൊരു ഭാവിയിൽ ഒരു ലോകമഹായുദ്ധം സംഭവിക്കരുത് എന്ന് ലക്ഷ്യമാക്കിക്കൊണ്ടാണ് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം UNO സ്ഥാപിച്ചത്. തിങ്കേഴ്സ് എഗനസ്റ്റ് പീസ്, സപ്പോർട്ടിംഗ് ഫോഴ്സ്. അതായത് ചില ആളുകൾ ഈ പീസിനെ അനുകൂലിക്കുന്നവരല്ല, അതായത് ലോകമഹായുദ്ധത്തിനെ അനുകൂലിക്കുന്നവരുമല്ല, എന്നാൽ അവർ ഈ സമാധാനവാദികളല്ല. അവർക്ക് സമാധാനം എന്ന് പറയുന്നത് ചില ഘട്ടത്തിൽ ആവശ്യം ആയിട്ട് വരുന്നതല്ല എന്നും ചില ഘട്ടത്തിൽ ഫോഴ്സ് ഉപയോഗിക്കണമെന്ന് വാദിക്കുന്ന ചില ചിന്തകരുണ്ട്. അവരിൽ പ്രധാനപ്പെട്ട ചിന്തകനാണ് ജർമ്മൻ ചിന്തകനായിട്ടുള്ള ഫ്രെഡറിക് നീഷയെ പറ്റി നമ്മൾ ചിന്തിക്കണം. അദ്ദേഹം യുദ്ധത്തെ ഗ്ലോറിഫൈ ചെയ്ത വ്യക്തിയാണ്. അദ്ദേഹം ഹി ബിലീവ്ഡ് ദാറ്റ് only conflicts could facilitate the growth of civilization. സിവിലൈസേഷൻ്റെ വളർച്ച എന്ന് പറയുന്നത് ഈ കോൺഫ്ലിക്ട്സുകൾ വഴിയാണ്. സംസ്കാരത്തിൻ്റെ വളർച്ച കോൺഫ്ലിക്ട്സുകൾ വഴിയാണ്, സംഘർഷങ്ങൾ വഴിയാണ് സിവിലൈസേഷൻ്റെ വളർച്ച സാധ്യമാകൂ എന്ന് കരുതിയിരുന്ന ഒരു പ്രധാനപ്പെട്ട വ്യക്തിയാണ് ഈ പറയുന്ന ഫ്രെഡറിക് നീഷെ. കൂടാതെ വിൽഫ്രഡ് പെരറ്റോ എന്ന് പറയുന്ന മറ്റൊരു ചിന്തകൻ കൂടിയുണ്ട്. അദ്ദേഹത്തിൻ്റെ ചിന്ത പ്രധാനമായിട്ടും വിൽഫ്രഡ് പെരറ്റോയുടെ ചിന്ത പ്രധാനമായിട്ടും ഫോഴ്സ് ഉപയോഗിക്കുന്നത് ചില ലക്ഷ്യങ്ങൾ നേടാൻ വേണ്ടിയാണ്. ആ ലക്ഷ്യങ്ങൾ നേടാൻ ഫോഴ്സ് ഉപയോഗിച്ചേ പറ്റൂ. അങ്ങനെ ഫോഴ്സ് ഉപയോഗിക്കുന്നവരാണ് പിന്നീട് റൂളിംഗ് ക്ലാസ് ആയിട്ട് മാറുന്നതെന്നാണ്. റൂളിംഗ് ക്ലാസ്, അതായത് ഈ അധികാരം ഉപയോഗിച്ചുകൊണ്ട് അധികാരം എങ്ങനെ ഉപയോഗിക്കാൻ സാധിക്കുമെന്നുള്ളത് ഈ ഫോഴ്സ് ഉപയോഗിക്കുന്നവർക്ക് മാത്രമേ അധികാരത്തിലേക്ക് എത്താൻ കഴിയൂ എന്നുള്ളത് ചിന്തിക്കുന്ന മറ്റൊരു ചിന്തകനാണ് ഈ പറയുന്ന വിൽഫ്രഡ് പെരറ്റോയ്ക്ക് ശേഷം നമുക്ക് കാണാൻ സാധിക്കും മറ്റൊരു ചിന്തകനാണ് കാറൽ മാർക്സിനെ പറ്റി നമുക്ക് കേട്ടിട്ടുണ്ട്. കാറൽ മാർക്സ് എല്ലായ്പ്പോഴും ഒരു കോൺഫ്ലിക്ട്സിൻ്റെ ആളാണ്. കോൺഫ്ലിക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊഴിലാളി വർഗ സർവാധിപത്യം. അദ്ദേഹം ക്ലാസ് കോൺഫ്ലിക്ട്സ്, രണ്ട് തൊഴിലാളി മുതലാളി അല്ലെങ്കിൽ ബൂർഷ്വാസി ലേബേഴ്സ്, അവർ തമ്മിലുള്ള സംഘർഷം വഴി തൊഴിലാളി വർഗത്തിന് സർവാധിപത്യം കിട്ടുമെന്ന് വിശ്വസിക്കുകയും അത് റവല്യൂഷൻ, സായുധ വിപ്ലവത്തിൽ കൂടെ മാത്രമേ സാധ്യമാവെന്ന് വിശ്വസിക്കുന്ന ആളാണ് കാറൽ മാർക്സ്. അങ്ങനെ മൂന്ന് ചിന്തകരാണ് സപ്പോർട്ട് ഫോഴ്സ്, പീസ് എന്ന് പറയുന്ന ആശയത്തെ പൂർണ്ണമായിട്ടും സപ്പോർട്ട് ചെയ്യാതെ നിൽക്കുന്ന മൂന്ന് ചിന്തകരാണ് ഇവരെ നമുക്ക് വിളിക്കാൻ സാധിക്കും. ദേ ആർ സപ്പോർട്ടിംഗ് ഫോഴ്സ്. ഒന്ന് ഫ്രെഡറിക് നീഷെ, രണ്ട് വിൽഫ്രഡ് പെരറ്റോ, മൂന്ന് കാറൽ മാർക്സ്. നമുക്കിനി മറ്റൊരു അടുത്ത ഇതിലേക്ക് പോവാം. സപ്പോർട്ടേഴ്സ് ഓഫ് പീസിനെ സപ്പോർട്ട് ചെയ്യുന്ന ചിന്തകന്മാർ.
അവരിൽ പ്രധാനപ്പെട്ട 3 വ്യക്തികളാണ് ഉള്ളത്, 3 രാഷ്ട്രതന്ത്രജ്ഞന്മാർ. ഒന്ന് നമുക്കറിയാം മഹാത്മാഗാന്ധി, 2 മാർട്ടിൻ ലൂതർ കിങ്, 3 നെൽസൺ മണ്ടേല. ദേ ആർഗ്യൂഡ് സ്ട്രോങ്ലി ഫോർ പീസ്. സമാധാനത്തിൻ്റെ വക്താക്കളാണ് ഈ 3 പേരും. ദേ ക്വസ്റ്റ് ഫോർ പീസ് ഹെൽപ്പ് ടു കാം വാർസ് ആൻഡ് കോൺഫ്ലിക്റ്റ് ഇൻ ദ 20th century. 20ാം നൂറ്റാണ്ടിലെ പല യുദ്ധത്തിലേക്ക് നീങ്ങുമായിരുന്ന പല സംഘർഷങ്ങളെയും ലഘൂകരിക്കാൻ വേണ്ടിയിട്ട്, അതിനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി സാധിച്ചിരുന്ന 3 വ്യക്തികളാണ് ഈ പറയുന്ന മഹാത്മാഗാന്ധിയും മാർട്ടിൻ ലൂതർ കിങ്ങും നെൽസൺ മണ്ടേലയും. സമാധാനത്തിൻ്റെ വക്താക്കളാണ് ഇവർ. അപ്പോൾ മഹാത്മാഗാന്ധി നമുക്കറിയാം, അദ്ദേഹം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പല സംഘർഷങ്ങൾക്ക് ഭരിതമായ സമയത്ത് മഹാത്മാഗാന്ധി നോൺ വയലൻസ് ആണ് അഡോപ്റ്റ് ചെയ്തത്. അതുപോലെ അദ്ദേഹത്തിന് പ്രചോദനം ഉൾക്കൊണ്ട മാർട്ടിൻ ലൂതർ കിങ് USA കറുത്ത വർഗ്ഗക്കാരും വെളുത്ത വർഗ്ഗക്കാരും തമ്മിലുള്ള വിവേചനങ്ങൾക്ക് ഫലമായി ഉണ്ടാകുന്ന സംഘർഷങ്ങളെ ലഘൂകരിക്കാൻ വേണ്ടിയിട്ട് മാർട്ടിൻ ലൂതർ കിങ് ചെയ്ത സംഭാവന. അതുപോലെ നെൽസൺ മണ്ടേല അപ്പാർത്തൈഡ് എന്ന് പറയുന്ന വർണ്ണവിവേചനം നിലനിന്ന ദക്ഷിണാഫ്രിക്കയിലെ കറുത്ത വർഗ്ഗക്കാർക്ക് വേണ്ടി പോരാടുമ്പോൾ അദ്ദേഹം സമാധാനത്തിൻ്റെ മാർഗ്ഗമാണ് സ്വീകരിച്ചിരുന്നത്. അങ്ങനെ യുദ്ധങ്ങളും സംഘർഷങ്ങളും ഒഴിവാക്കുന്ന കാര്യത്തിൽ ഈ 3 പേരും സമാധാനത്തിൻ്റെ വക്താക്കളെന്നാണ് അറിയപ്പെടുന്നത്. മീഡിയം ഫോർ വാർസ് ആൻഡ് കോൺഫ്ലിക്ട്സ്. പ്രധാനമായിട്ടും ഈ യുദ്ധത്തിലേക്കും സംഘർഷത്തിലേക്കും നയിക്കുന്ന പ്രധാനപ്പെട്ട ആശയങ്ങളും അല്ലെങ്കിൽ മാധ്യമങ്ങൾ എന്ന് പറയുന്നത് ചില ആശയങ്ങൾ. നാസിസം രൂപം കൊണ്ടത് ജർമ്മനിയിലെ ഹിറ്റ്ലറിൻ്റെ നേതൃത്വത്തിലാണ് നാസിസം എന്ന് പറയുന്ന ആശയം രൂപം കൊണ്ടത്. അത് എതിരാളികളെ അടിച്ചമർത്തുക, എതിർക്കുന്നവരെ ഇല്ലായ്മ ചെയ്യുക, ഒരു വംശത്തെ തന്നെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ള ആശയത്തിൻ്റെ പുറത്ത് രൂപം കൊണ്ട ഇതാണ്. അതുപോലെ തന്നെയാണ് ഫാസിസം, എതിർക്കുന്നവർ ഇല്ലായ്മ ചെയ്യുക. ഇറ്റലി രൂപം കൊണ്ട മുസോളിനിയുടെ നേതൃത്വത്തിലുള്ള സംഘടനയാണ് ഫാസിസം. അതുപോലെ തന്നെ മോഡേൺ വെപ്പൺസ് ആൻഡ് ബോംബ്സ്, ന്യൂക്ലിയർ വെപ്പൺസ് ഒക്കെ പിന്നെ 2ാം ലോക മഹായുദ്ധത്തിൽ ഉപയോഗിച്ചു എന്ന് നമുക്കറിയാം. അത് പല ആധുനിക മിസൈലുകളും ബോംബുകളും ഒക്കെ തന്നെ ഇങ്ങനെ സമാധാനത്തിന് ഭീഷണിയായി നിലനിൽക്കുന്ന ചില മീഡിയംസാണ്. ഇനി നമുക്ക് അതിൻ്റെ മീനിങ് ആൻഡ് ഡെഫിനേഷൻ ഓഫ് പീസ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥമാക്കുന്നത്. സം എക്സ്പേർട്സ് ഡിഫെൻഡഡ് ദി പീസ് ആസ് എ ആബ്സെൻസ് ഓഫ് വാർ. ചിലർ പറയുന്നത് ആബ്സെൻസ് ഓഫ്, യുദ്ധമില്ലാത്തൊരവസ്ഥയെ നമുക്ക് പീസ് എന്ന് വിളിക്കാൻ സാധിക്കുമെന്ന്. പക്ഷേ അത് അബ്സല്യൂട്ട്ലി ശരിയല്ല. അതിനകത്ത് യുദ്ധമില്ലാത്തൊരവസ്ഥ ഒരിക്കലും സമാധാനം ഗ്യാരണ്ടി ചെയ്യുന്നില്ല എന്നുള്ളതും മറ്റൊരു കാര്യമാണ്. അതുപോലെ തന്നെ ലക്ഷക്കണക്കിന് ആളുകൾ, ലാക്സ് ഓഫ് പീപ്പിൾ ഹാവ് ബിൻ കിൽഡ് ഇൻ റീസെൻറ്റ് ഇയേഴ്സ് ഡ്യൂ ടു ഇന്റേണൽ കോൺഫ്ലിക്ട്സ്. യുദ്ധത്തിൻ്റെ അവസ്ഥയിൽ എന്ന് പറഞ്ഞാൽ 2 രാജ്യങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലാണ്. അതിനേക്കാൾ ആളുകൾ കൊല്ലപ്പെടുകയും സമാധാനം പോവുകയും ചെയ്യുന്നത് ആഭ്യന്തര കലാപം കൊണ്ടാണെന്നുള്ളതാണ്. അതുകൊണ്ട് ആബ്സെൻസ് ഓഫ് വാർ എന്ന് പറയുന്നത് യുദ്ധത്തിന് കൊടുക്കുന്ന ഒരു മീനിങ് അല്ല. ഹെൻസ് നോട്ട് ഓൺലി വാർസ് ബട്ട് കോൺഫ്ലിക്ട്സ് ഇൻ ദ ഫോം ഓഫ് കമ്മ്യൂണൽ റൈറ്റ്, മസാക്കർ, മർഡേഴ്സ്, റേസിസം വിതിൻ ദ കൺട്രി ബ്രേക്ക് ദ പീസ്. അപ്പം സമാധാനം എന്ന് പറയുന്നത് ഹനിക്കുന്ന പല ഘടകങ്ങളിൽ ഒന്ന് മാത്രമാണ് യുദ്ധം. യുദ്ധത്തിനോടൊപ്പം തന്നെ കമ്മ്യൂണൽ റൈറ്റ്സ്, മസാക്കേഴ്സ്, അതുപോലെ തന്നെ മർഡേഴ്സ്, റേസിസം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളും ആഭ്യന്തര കലാപത്തിലേക്ക് നയിക്കുകയും അത് സമാധാനത്തിന് ഇല്ലാതാക്കുകയും ചെയ്യും. അപ്പോൾ സമാധാനം എന്ന് പറയുന്നത് എന്താണ്? ദ ആബ്സെൻസ് ഓഫ് ഓൾ ഫോം ഓഫ് വാർസ്, മസാക്കർ, റയറ്റ്സ് ആൻഡ് അട്രോസിറ്റി ഈസ് നോൺ ആസ് പീസ്. അപ്പോൾ പീസ് എന്ന് പറയുന്നത് ഇതാണ്. പീസിൻ്റെ അർത്ഥം ദ ആബ്സെൻസ് ഓഫ് ഓൾ ഫോം ഓഫ് വാർസ്,